പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടി വൈജയന്തിയെ എല്ലാ കാര്യങ്ങളും അറിയിക്കാം എന്ന് മനു പറയുന്നുണ്ട്. പക്ഷേ അന്നേരം അലീന പറയും, എല്ലാ കാര്യങ്ങളും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആ ബന്ധം തുടരുമോ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, ശരിക്കും നിൻ്റെ അമ്മ നിന്നെ തിരിച്ചറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരിക്കലെങ്കിലും മോളെ ഒന്ന് വിളിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം മനുവിനും ഒരു പാവത്തൊക്കെ തോന്നുന്നുണ്ട് അലീനയുടെ ആ ഒരു അവസ്ഥ കാണും. അതുകൊണ്ട് മനു ഈ കാര്യം പോയി ബാലേന്ദ്രനോട് പറയുക. എന്നാൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയാം അവളെ അവളുടെ അമ്മ തിരിച്ചറിയണമെന്നും മോളെ എന്ന് വിളിച്ച് ചേർത്ത് നിർത്തണമെന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അത് വൈജയന്തിയുടെ മരണക്കിടക്കയിൽ വെച്ച് മാത്രമായിരിക്കും. അന്ന് ഞാൻ അവളെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറയും, വൈജയ് ഇത് നിൻ്റെ ചോരയിൽ പിറന്ന നിൻ്റെ സ്വന്തം മകളാണ് എന്ന് പറയും. അന്നേ പറയുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലേന്ദ്രന് വൈജയന്തിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് രാജീവിനെയും ശിവനെയും കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ബില്ലിൻ്റെ കാര്യമൊക്കെ വൈജയന്തിയോട് പറയുന്നുണ്ട് കേട്ടോ. ബില്ല് അടച്ചത് മൊത്തം റീഫണ്ട് ചെയ്ത് മേടിച്ചു ബാലേന്ദ്രൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു, അവർ ബാലേന്ദ്രൻ്റെ മകളായി തന്നെ അലീനെ അംഗീകരിച്ചു എന്നുകൂടി പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ അംഗീകരിച്ചു, പക്ഷേ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അത് അംഗീകരിക്കില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും തിരിച്ചു പോയി കഴിഞ്ഞാൽ വൈജയന്തി ഈ കിടന്ന കിടപ്പിലൊക്കെ വൈജയന്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒതുങ്ങിയേ പറ്റുള്ളൂ വൈജയന്തി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത്. ഇനി നമുക്ക് നാളെ എപ്പിസോഡിൽ കാണാം.